അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ വരെ എത്തിയ കാര്യം നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിലോട്ട് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞതാണ് എൻ്റെ ഒരു തോന്നൽ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പം കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണ് ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരും. അപ്പോൾ എന്താണ് പറയുന്നതെന്നൊക്കെ ഒന്ന് മനസ്സിലാകും. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ലേറ്റായി എന്നുള്ള പേടിയിലൊക്കെയാണ് എയർപോർട്ടിൽ എത്തിയത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങി കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ നമ്മൾ എയർപോർട്ടിലൊക്കെ എത്തി. ഒരു കുഴപ്പമില്ലാതെ ലേറ്റൊന്നും ആയിട്ടായിരുന്നു. എയർപോർട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ കുറച്ച് നേരം എയർപോർട്ടിനകത്തൊക്കെ ചുറ്റിക്കറങ്ങി നടന്നു. അതിനുശേഷം നമ്മൾ ഫ്ലൈറ്റിൽ കയറി. എൻ്റെ മകളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അടുത്തിരുത്തിയില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡിനെ ഞങ്ങൾ അടുത്തായിരുന്നു ബുക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ 2 ചിൽഡ്രൻസിനെ ഒരുമിച്ചിരുത്താനൊക്കെ പറ്റില്ല, എന്തൊക്കെയോ വിഷയമൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടിടത്തായിരുന്നു ഇരുന്നതൊക്കെ. അങ്ങനെ മോൻ ഉച്ചയ്ക്ക് ഉറങ്ങാത്തതുകൊണ്ട് നല്ലപോലെ മോൻ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കൈ ഇരുന്നത് മോളായിരുന്നു. മോളും വിഷയം ഉണ്ടാക്കത്തില്ല എന്നായിരുന്നു ഒരു തോന്നൽ. പക്ഷേ നല്ല സീനായിരുന്നു മോള്. അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് ഡൽഹി എത്തിയാൽ മതി എന്നുള്ള ചിന്തയിലാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെത്തി. നമ്മളപ്പോൾ എത്തുന്നതിന് മുമ്പ് തന്നെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ റൂമിൽ എത്തിക്കഴിഞ്ഞപ്പം നമ്മൾ പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്തിക്കഴിഞ്ഞപ്പോൾ എക്സ്ട്രാ പേയ്മെൻറ്റൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇതൊക്കെ പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാൻ, നമ്മൾ വൈകിട്ടായിപ്പോൾ എത്തിയത്. അതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റൊക്കെ കൊടുത്താണ് റൂമൊക്കെ എടുത്തത്. അങ്ങനെ ബാക്കി കഥയൊക്കെ പറയണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ.